കേരളത്തിലെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ലഭ്യമാകുന്ന വിവിധ ധനസഹായ പദ്ധതികളെക്കുറിച്ചും വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ തുടർന്ന് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നിരവധി ഗുണഭോക്താക്കൾ പുതിയ പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും കുടുംബങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന പദ്ധതികളിലൊന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇതോടൊപ്പം പെൺകുട്ടികൾക്ക് പ്രത്യേക ധനസഹായം നൽകുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പൊതുചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട്. കേരളത്തിൽ പെൺകുട്ടികൾക്ക് 1000 രൂപ ധനസഹായം വിതരണം ചെയ്യുമെന്ന വാർത്തകൾ കുടുംബങ്ങൾ ഈ വാർത്തയുടെ യാഥാർത്ഥ്യം അറിയാൻ കാത്തിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം, കുടുംബക്ഷേമം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ കാലഘട്ടങ്ങളിൽ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ധനസഹായ പദ്ധതികളെ കുറിച്ചുള്ള ഓരോ വാർത്തയും ജനങ്ങളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് പ്രത്യേക സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പഠന ചെലവുകൾ, യാത്രാ ചെലവുകൾ, പഠനോപകരണങ്ങൾ, ആരോഗ്യ പരിപാലനം എന്നിവയ്ക്കായി അധിക സാമ്പത്തിക പിന്തുണ ലഭിക്കുന്നത് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ പെൺകുട്ടികൾക്ക് പ്രതിമാസമോ ഒറ്റത്തവണയായോ ധനസഹായം ലഭിക്കാമെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് സ്വാഭാവികമായി വലിയ ജനശ്രദ്ധ നേടുന്നു. നിലവിൽ ഇത്തരം പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഔദ്യോഗിക സർക്കാർ ഉത്തരവുകൾക്കും വകുപ്പ് അറിയിപ്പുകൾക്കും മുൻഗണന നൽകേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ സ്ഥിരീകരിക്കാത്ത വാർത്തകളിലോ മാത്രം ആശ്രയിക്കുന്നത് തെറ്റായ പ്രതീക്ഷകൾ സൃഷ്ടിക്കാൻ ഇടയാകാം. അതിനാൽ സർക്കാർ പുറത്തിറക്കുന്ന വിജ്ഞാപനങ്ങൾ, അർഹതാ മാനദണ്ഡങ്ങൾ, അപേക്ഷ നടപടികൾ, ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എന്നിവ കൃത്യമായി പരിശോധിക്കുന്നത് പ്രധാനമാണ്. പെൺകുട്ടികൾക്കായുള്ള ധനസഹായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സാധാരണ വരുമാന പരിധി, പ്രായപരിധി, പഠന സ്ഥാപനത്തിൽ പ്രവേശനം, കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിക്കാറുണ്ട്. സർക്കാർ ഭാവിയിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സമാനമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ. സ്ത്രീ ശാക്തീകരണവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയും ലക്ഷ്യമിട്ട് നിരവധി ക്ഷേമ പദ്ധതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പിന്തുണ ലഭിക്കുമ്പോൾ സ്കൂൾ പഠനം തുടരാനും ഉയർന്ന വിദ്യാഭ്യാസ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കൂടുതൽ കുടുംബങ്ങൾക്ക് സാധിക്കുന്നുവെന്നാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ പെൺകുട്ടികൾക്കായുള്ള ധനസഹായ പദ്ധതികൾ സാമൂഹിക പുരോഗതിയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ കുടുംബങ്ങൾ പുതിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കുകയും വിശ്വാസ്യതയുള്ള സ്രോതസ്സുകൾ മാത്രം പിന്തുടരുകയും ചെയ്യേണ്ടതാണ്. സർക്കാർ പുതിയ ധനസഹായ പദ്ധതി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് അപേക്ഷ നടപടികൾ, ആവശ്യമായ രേഖകൾ, വിതരണം ആരംഭിക്കുന്ന തീയതി, ബാങ്ക് ക്രെഡിറ്റ് നടപടിക്രമങ്ങൾ എന്നിവ വിശദമായി അറിയിക്കപ്പെടും. അതുവരെ പ്രചരിക്കുന്ന ഓരോ വാർത്തയും സ്ഥിരീകരിച്ച് മാത്രം സ്വീകരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് സഹായകരമായിരിക്കും. സാമ്പത്തിക സുരക്ഷയും വിദ്യാഭ്യാസ പുരോഗതിയും ഉറപ്പാക്കുന്നതിന് പെൺകുട്ടികൾക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഏത് പദ്ധതിയും സമൂഹത്തിലെ വലിയൊരു ഭാഗത്തിന് ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് പല കുടുംബങ്ങളും.